എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാ വേണ്ട, പഞ്ഞി പോലെ വലിയും പഞ്ഞി പോലെ പൊട്ടുന്ന അടിപൊളി പഞ്ഞിയപ്പമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറച്ച് ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചിങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് പഞ്ഞി പോലെ അലിഞ്ഞു പോണു. അങ്ങനത്തെ ഒരു അപ്പമാണ് നമ്മുടെ പെർഫോമൻസ് ആക്കിയത്. അത്രയും സോഫ്റ്റും പഞ്ഞിയും. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് സോഫ്റ്റ് അപ്പമാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റിയതാണ്. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത്. അതായത് അരച്ച് വെച്ചു, മാവ് പുളിക്കണം, 1 മണിക്കൂർ വെക്കണം, 2 മണിക്കൂർ വെക്കണം, അങ്ങനെയൊന്നുമില്ല. ഒരു 20 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ്. നല്ല സോഫ്റ്റായിരിക്കും കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഫസ്റ്റ് അപ്പമാവ് എങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ കപ്പ്, അങ്ങനെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് റവ വന്നിട്ട് വറുത്തിട്ടില്ല, പച്ച റവയാണ്. ഇനി നമുക്ക് 1/4 കപ്പ് മൈദ, ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഈസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇത് വന്നിട്ട് ചുടുവെള്ളമാണ്. ചുടുവെള്ളം പറഞ്ഞാൽ നമുക്കിങ്ങനെ തൊടുമ്പോൾ ചൂട് ഉണ്ടാവാൻ പാടില്ല, എന്നാൽ ചൂട് വേണേന് ആ ലെവലിൽ ഞാൻ വെള്ളം കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി എടുക്കുകയാണ്. ഈ അളവ് മതിയാവും. ഇനി നമുക്ക് വേണ്ടത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. ഞാനൊരു വലിയ ജാർ എടുത്തിട്ടുണ്ട്, നമുക്കിതിലേക്ക് കൊട്ടിക്കൊടുക്കാം. വലിയ ജാറിൽ ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്താൽ ദോശ പോലെ ആയിരിക്കണം. എന്നാൽ ദോശയ്ക്ക് മാവ് എങ്ങനെയാണ് നമ്മുടെ കട്ടി, അതേപോലെയാണ്. ഞാനിത് കഴുകിയിട്ടും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇതിന് നല്ല പോലെ ഒന്ന് ഇളക്കി വെക്കാം നമുക്ക്. ഇതാണ്ടല്ലേ ദോശൻ്റെ പരുവം, ഇങ്ങനെ ഇരിക്കണം അരയ്ക്കുമ്പോൾ. അതിനനുസരിച്ചിട്ടായിരിക്കണം വെള്ളം ഒഴിക്കൽ. ഇനി നമുക്കിതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. മൂടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ കവർ ഉണ്ടായപ്പോൾ ഞാൻ കവർ ചെയ്ത് വെക്കണം. ഒരു 20 മിനിറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ നമുക്ക് എന്തായാലും 6 മണി അപ്പം നമ്മൾ എണീച്ചത് നമുക്കിങ്ങനെ ദോശ ഉണ്ടാക്കണം വെച്ചാൽ അപ്പം അരച്ച് വെച്ചാൽ 8 മണിയാകുമ്പോഴേക്കൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം അങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂടി വെക്കുക, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അപ്പം ഞാൻ ഈ കവറുള്ളത് കൊണ്ട് കവർ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ട് 20 മിനിറ്റായി. എങ്ങനെയായിട്ടുണ്ട് എന്നൊന്ന് നോക്കുക. നല്ല പൊങ്ങി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതെങ്ങനെ ചുട്ടെടുക്കണമെന്നും കൂടെ കാണിച്ചു തരാം. നമുക്കൊരു ദോശക്കല്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ കല്ല് നന്നായി ചൂടായിട്ട് നമുക്ക് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും തേക്കാം. നല്ലെണ്ണ, നെയ്യ് ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. മൂടി വയ്ക്കാം. പരത്തേണ്ട കാര്യമൊന്നുമില്ല, അത്രയും നമ്മൾ ലൂസായിട്ടാണ് ആക്കിയിരിക്കുന്നത്. ഒന്ന് പരത്തിയാലും കുഴപ്പമില്ല, എന്നാലും പരത്തേണ്ട ആവശ്യമില്ല എന്ന് പറയണത്. ഒന്ന് ആവട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. മറിച്ചിടേണ്ട ആവശ്യമേ വരുന്നില്ല, നോക്കിക്കോളൂ. എല്ലാം ഒന്നും ഇതേപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു. ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് അപ്പം, പഞ്ഞി പോലുള്ള അപ്പം, അങ്ങനെ പഞ്ഞിയപ്പം. ബാബു കഴിക്കാൻ റെഡി ആയിട്ട് വാ. ഞാനൊക്കെ ഫുൾ റെഡിയാണ്. എന്താ വെച്ചാൽ അടിപൊളി പഞ്ഞിയപ്പം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് അപ്പം ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി സെറ്റ് ആക്കിയിട്ട് കഴിക്കാൻ വിളിച്ചാണ്. അതിന് ചേർന്നൊരു അടിപൊളി മുട്ടക്കറി ഇല്ലേ, മുട്ട റോസ്റ്റ്. അതെ, എഗ് റോസ്റ്റ് എന്ന് പറയും. ഗംഭീരമായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം, ഗംഭീര ഐറ്റമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാലത്തണിച്ച് സിമ്പിളായിട്ട് ടക്കെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയ, സൂപ്പറായിട്ട് ടക്കെന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി വിഭവമാണ് നമ്മുടെ പഞ്ഞിയപ്പം. അപ്പൊ എന്തായാലും പഞ്ഞി പോലുള്ള അപ്പം. ഇത് കാണുമ്പോൾ തന്നെ അറിയേണ്ടതാ പഞ്ഞിയാണതാ. നമുക്ക് എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാ വേണ്ട, പഞ്ഞി പോലെ വലിയും
നല്ല പഞ്ഞി പോലെ വലിഞ്ഞ് പഞ്ഞി പോലെ പൊട്ടുന്ന അടിപൊളി പഞ്ഞിയപ്പമാണ്. എന്തായാലും ഒരെണ്ണം ഇട്ടിട്ട് കറി എടുക്കട്ടെ പുഷ്പം. ഓ, കറീൻ്റെ എന്താ സ്പെഷ്യൽ കറി? മുട്ട റോസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് കഴിച്ചോ? അതെയാ, കുറച്ച് ഗ്രേവിയും മുട്ടയും കൂടി ഇങ്ങനെ അതിന്റെ മേലെയൊക്കെ ഇട്ട് സൂപ്പർ ആയിരിക്കില്ലേ പുഷ്പമ്മ കഴിക്കാൻ? അപ്പൊ നമ്മുടെ അങ്ങനെ അടിപൊളി പഞ്ഞിയപ്പം സൂപ്പറായിട്ട് സെറ്റാക്കി കഴിഞ്ഞു. അടിപൊളി അതിനുള്ള മുട്ടക്കറിയും പുഷ്പമ്മ സെറ്റാക്കി കഴിഞ്ഞു. മുട്ട റോസ്റ്റാണ്. അപ്പോൾ നല്ലൊരു പീസ് ഇങ്ങനെ എടുത്തത് ശരിക്കും പഞ്ഞി പോലെ തന്നെ, പഞ്ഞിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറച്ച് ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചിങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് പഞ്ഞി പോലെ അലിഞ്ഞു പോണു. അങ്ങനത്തെ ഒരു അപ്പമാണ് നമ്മുടെ പുഷ്പമ്മ ഉണ്ടാക്കിയത്. അത്രയും സോഫ്റ്റും പഞ്ഞിയും അത്രയും സംഭവം ഗംഭീരമായിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ എന്ത് കറിയും എല്ലാം അടിപൊളിയായി ചേരും. എല്ലാ കറിയും ചേരും. ചട്നി, സാമ്പാർ, പൊടി, അങ്ങനെയുള്ള എല്ലാം ചേരും. ചിക്കനോ ബീഫോ ഒലത്തിയതോ എന്ത് വേണമെങ്കിലും ഇതിൽ കൂടെ നമുക്ക് ചേർത്തി കഴിക്കാം. ഇത് വെറുതെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു മധുരവും ചെറിയ പുളിപ്പും എല്ലാം കൂടിയിട്ട്. പിന്നെ ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ മാവില്ല എന്ന് വെച്ച് പേടിക്കണ്ട. ഒരു 10 മിനിറ്റേ വേണ്ടുള്ളൂ. ഇതുപോലെ അരയ്ക്കുക. ഒരു 6 മണിക്ക് അരച്ച് വെച്ച 8 മണിക്ക് പോകുമ്പോഴേക്കും ഇതിന്റെ ഏറ്റവും പ്രത്യേകത അതാണല്ലേ പുഷ്പമ്മ? ഇതിപ്പോ നമ്മള് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഉള്ള മാവുകൾ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്ത് തലേന്ന് അരച്ച് വെച്ചിട്ട് അങ്ങനെ മറ്റേ പൊങ്ങി വരണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ കൊണ്ട് അരയ്ക്കുന്നു, വെക്കുന്നു, ഒഴിക്കുന്നു, കഴിക്കുന്നു, നമ്മൾ സ്റ്റാൻഡ് കൊടുക്കുന്നു. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എന്തായാലും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാനുള്ള പുഷ്പമ്മ സൂപ്പറായിട്ട് കാലത്ത് 5 കുട്ടികൾക്കല്ല എല്ലാവർക്കും സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി വിഭവമാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒഴിച്ച് ഉണ്ടാക്കി കഴിച്ച് പുഷ്പമ്മനെ അറിയിക്കുക. അപ്പൊ സന്തോഷവും എല്ലാവർക്കും. അപ്പൊ കിടുകാച്ചി അടുത്ത വീഡിയോ കാണുന്നവരെ അടുത്തത് ഈ അപ്പോലെ അതിനൂടെ കിടിലം ഇതിനേക്കാൾ വലിപ്പം കൂടിയ ഗംഭീര അപ്പോയിട്ടാണ് പുഷ്പമ്മ ഇനി വരിക. അപ്പൊ അതുവരെയ്ക്കും എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.